നമസ്കാരം. ഗസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റായി എത്തിച്ചേർന്നിരിക്കുന്നത് മെഡിട്രീന ഹോസ്പിറ്റൽസിൻ്റെ 11 ബ്രാഞ്ചുകളുടെ ഗ്രൂപ്പ് CEO ആയിട്ടുള്ള ഡോക്ടർ മഞ്ജു പ്രതാപാണ്. അതുമാത്രമല്ല, ലോകപ്രശസ്ത ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ പ്രതാപ് കുമാറിൻ്റെ വൈഫുമാണ്. നമസ്കാരം. നമസ്കാരം മാം, എന്താണ് ഈ ഒരു പേരിൻ്റെ പ്രത്യേകത? നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു പേരല്ല. എന്താണ് ഈ മെഡിട്രീന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡിട്രീന എന്ന് പറയുന്ന റോമൻ മിത്തോളജിയിലെ ഒരു ഗോഡസ് ആണ്. അതായത് ഗോഡസ് ഫോർ ഹീലിംഗ് എന്ന് പറയും, ഹെൽത്ത് ആൻഡ് ലോഞ്ചിവിറ്റി. അത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ പ്രതാപ് ഇറ്റലിയിലെ ടൊറീൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇൻ്റർവെൻഷൻ്റെ ഒരു ഫെലോഷിപ്പ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ കോംപ്ലിക്കേറ്റഡ് കേസസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കാർഡിയോളജി രംഗത്ത് ഈ ഗ്രോത്തിൻ്റെയും കാരണം അതാണ്. അന്ന് തൊട്ടേ ഇറ്റലിയോടൊരു വലിയ സ്നേഹമുണ്ട്. അങ്ങനെയാണ് ഈ പേര് കിട്ടി. ഞാനും 4-5 മാസം ഇറ്റലി പോയിരുന്നു. ഞാൻ നെഫ്രോപത്തോളജിയിൽ ഒരു ഫെലോഷിപ്പ് ചെയ്തിരുന്നു. അതായത് കിഡ്നി ബയോപ്സിയിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഇമ്മ്യൂണോഫ്ലൂറസെൻസ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ അവിടെ ഒരു ഫെലോഷിപ്പ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഈ വക സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇതിനെ പറ്റി. ഓക്കെ, ഇപ്പോൾ പറഞ്ഞിരുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നല്ലോ. അതിൽ നിന്നും ഈ ഒരു കുറച്ചധികം റിസ്ക് കൂടിയ ഈ ഒരു ബിസിനസ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? അത് വിട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചേ, പെൻഷനൊക്കെ കിട്ടുന്ന സർക്കാർ ജോലിയല്ലേ, എന്തിനാ അത് വിടുന്നതെന്ന് ചോദിച്ചിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ അതിന് ഒരു നന്ദി പറയേണ്ടത് ഹസ്ബൻഡായ ഡോക്ടർ പ്രതാപ് കുമാറിനോട് തന്നെയാണ്. ടീച്ചിങ് എൻ്റെ ഒരു പ്രൊഫഷൻ തന്നെയാണ്, എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു ആക്ച്വലി ടീച്ചിങ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ നമുക്ക് ഈ മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റിയും ടീച്ചറായിട്ട് അവർ നമ്മളെ കാണുമ്പോൾ എന്നും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. സ്കൂളിലെ ടീച്ചറിനെ പോലും ഇന്നും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർമ്മയിലുണ്ട്. ടീച്ചേഴ്സിന് ഒരുപാട് ഇന്നത്തെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഒരു മാറ്റം കൊണ്ടുവരാനും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ തലമുറയിലെ മാറ്റങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ ടീച്ചേഴ്സ് വിചാരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു ടീച്ചിങ്. പക്ഷേ നമ്മുടെ ഡോക്ടർ പ്രതാപ് കുമാറിൻ്റെ ഒരു വിഷൻ തന്നെ ഈ കാർഡിയോളജി പുള്ളി പഠിച്ചതെല്ലാം സാധാരണ ജനങ്ങളിൽ എത്തിക്കുക, അതായത് റീച്ച് ഔട്ട് ടു ദ കോമൺ മാൻ, സാധാരണ ജനങ്ങളിൽ ഈ ചികിത്സാ സംവിധാനങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഒരു ചെയിൻ ഓഫ് കാർഡിയാക് സെൻറ്റേഴ്സാണ് ആദ്യം തുടങ്ങുന്നത്. 2009 തുടങ്ങുന്നത്. അപ്പം പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അതായത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാർഡിയാക് സെൻറ്റർ തുടങ്ങുക, അങ്ങനെയാണ് തുടക്കം 2009. കോട്ടയത്തും ഇടുക്കിയിലുമെല്ലാം ആദ്യത്തെ കാത്ത് ലാബ് ഇടുന്ന മെഡിട്രീനയാണ്. പിന്നെ 2011 ഈ കാർഡിയാക് സെൻറ്റർ മാറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഇതിലേക്ക് മാറിയത്. പക്ഷേ 2014 കൊല്ലം മെഡിട്രീന ആരംഭിച്ചു. അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ടെർഷറി കെയർ സെൻ്ററായിട്ട് മാറി. അപ്പോൾ അത് ഡോക്ടർ പ്രതാപിൻ്റെ ജന്മനാടാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു വലിയ സെൻറ്ററും ആയപ്പോൾ എൻ്റെ ഒരു പ്രസൻസ് ആവശ്യമായി വന്നു. അങ്ങനെയാണ് ജോലി രാജിവെച്ച് എൻ്റെ പാഷൻ വിട്ട് ഹസ്ബൻഡിൻ്റെ പാഷനിലേക്ക് മാറി ചവിട്ടിയത്. പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തിരുന്നത്? കേരളം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫ്രണ്ട്ലി സ്റ്റേറ്റേ അല്ല. പറയുന്നതിൽ വിഷമമുണ്ട്. ഇത്രയും ലിറ്ററസി ഇതും എല്ലാം വളരെ മുന്നിൽ നിൽക്കുന്ന കേരളം ഒരു ബിസിനസ് ഫ്രണ്ട്ലി അല്ല. നമുക്ക് ഇന്നിവിടെ ഒരു സാങ്ഷൻ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നു. നമ്മൾ സാങ്ഷനായിട്ട് പോകുമ്പോൾ ഗുജറാത്തിലെ പോലെയൊക്കെ ഒരു സിംഗിൾ വിൻഡോ ഒന്നും നടക്കത്തില്ല. ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് സാങ്ഷൻ കിട്ടത്തില്ല. നമുക്ക് വർഷങ്ങളോളം അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. പല ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രത്യേകം പോയി സാങ്ഷൻ വാങ്ങിക്കണം. അപ്പോൾ അവിടെ ഓരോ ആൾക്കാരെ
നമ്മൾ പിറകിന് പോകണം. ഓരോ ഗവൺമെൻറ് ഓഫീസുകളിൽ അറിയാലോ നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിലെ കാര്യം. കൊല്ലം മെഡിട്രീനയുടെ കാര്യം എടുത്താൽ തന്നെ 6 കൊല്ലത്തോളം എടുത്തു ഇതിൻ്റെ സാങ്ഷൻ കിട്ടാൻ തന്നെ. സുപ്രീം കോടതി വരെ പോയാണ് സാങ്ഷൻ വാങ്ങിയത്. സാങ്ഷൻ വാങ്ങി തുടങ്ങിയപ്പോഴോ രാഷ്ട്രീയപരമായും മതപരമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതെല്ലാം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നാണ് ഈ സ്ഥാപനം ഈ 10 കൊല്ലത്തിൽ ഇന്ന് ഈ നിലയിൽ എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരിടത്തും ബിസിനസ് ഫ്രണ്ട്ലിയേ അല്ല. സാങ്ഷൻ വാങ്ങുന്ന ഇപ്പം തിരുവനന്തപുരത്ത് ഒരു വസ്തു മേടിച്ചിട്ട് 2-3 കൊല്ലമായി. ഇതുവരെ നമുക്കിപ്പോഴാണ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നമ്മുടെ നാട്ടിലില്ല. ഒരു ബിസിനസ് സ്ഥാപനങ്ങളെയും കൊണ്ടുവരാനായിട്ട് ഒരു പറയുന്ന മാത്രമേ ഉള്ളൂ കേരളം ഫ്രണ്ട്ലി ആണെന്ന്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ചില വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പ്രത്യേകം എടുത്ത് വിരലെണ്ണാവുന്ന ചില വ്യക്തികൾക്ക് മാത്രമായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. സാധാരണ ഒരാൾ, ഒരു ഡോക്ടർ, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ഡോക്ടറാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ നമുക്ക് വേറെ എടുത്ത് പറയത്തക്ക വേറെ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ജനങ്ങളിൽ നല്ല ചികിത്സ എത്തിക്കണം എന്നുള്ള ഒരു മോട്ടോ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തരണം ചെയ്ത് ഇന്ന് വളർന്ന് 11 ബ്രാഞ്ചുകളുള്ള സ്ഥാപനങ്ങളായി മാറാൻ സാധിച്ചിട്ടുണ്ട്. അതും ഒരു നേട്ടമാണ്. അതൊരു വലിയ നേട്ടമാണ്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു സഹായം നമ്മുടെ ഒപ്പം നിൽക്കുന്ന സ്റ്റാഫും ഡോക്ടേഴ്സും നമുക്ക് അതിനുള്ള ഒരു എനർജി ഫ്യൂവൽ തരുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫ് ആയാലും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും എല്ലാവരും നമ്മളെ ഒപ്പം നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ളൊരു വിൽ പവർ നമുക്ക് കിട്ടും. ആ സ്ട്രെങ്ത്താണ് നമ്മളെ പോകുന്ന ഫ്യൂവൽ, അതാണ് നമുക്കുള്ള എനർജി, അതാണ്. ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്? ഇന്ത്യക്ക് പുറത്ത് നമുക്ക് 2 ബ്രാഞ്ചേ ഉള്ളൂ. ഒന്ന് മാൽദീവ്സിലും ഒന്ന് കെനിയയിലും. കെനിയയിൽ അതൊരു വെറും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. മാൽദീവ്സിൽ ആ രാജ്യത്തും ആദ്യമായിട്ട് കാത്ത് ലാബ് ഇടുന്ന മെഡിട്രീനയാണ്. 2016 ഇപ്പം 9 കൊല്ലം കഴിഞ്ഞു. അന്ന് അവിടെ ഒരു കാത്ത് ലാബ് സംവിധാനം, കാർഡിയോളജി ചികിത്സ ഒന്നും തന്നെ ഇല്ലാത്ത സമയത്താണ് നമ്മൾ കാത്ത് ലാബ് ഇടുന്നത്. ഒരു വലിയ റിസ്ക് തന്നെ ആയിരുന്നു. പക്ഷെ അന്ന് എല്ലാ ആഴ്ചയും ഡോക്ടർ പ്രതാപ് അവിടെ പോയി ആദ്യം ഒരു കാർഡിയോളജിസ്റ്റ്, ആ രാജ്യക്കാരനായ ഒരു കാർഡിയോളജിസ്റ്റിനെ ട്രെയിൻ ചെയ്തു. പിന്നെ ഈ 9 കൊല്ലം കൊണ്ട് ഇപ്പോൾ 4 കാർഡിയോളജിസ്റ്റിനെ ട്രെയിൻ ചെയ്തു. ഇപ്പോൾ അവർ സെൽഫ് സഫീഷ്യൻ്റായി. ആദ്യമൊക്കെ എല്ലാ ആഴ്ചയും ഡോക്ടർ പ്രതാപ് പോകുമായിരുന്നു. ഞാൻ മാസത്തിലൊരിക്കൽ പോവും ബാക്കി ബിസിനസ് കാര്യങ്ങൾ നോക്കാനായിട്ട്. ഇന്നിപ്പോൾ അവർ സാധാരണ കേസുകളൊക്കെ ചെയ്തു തുടങ്ങി. വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള കേസുകൾ ചെയ്യാൻ മാത്രം മാസത്തിൽ 1 പ്രാവശ്യം പോകാറുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് എന്താ അവിടെയെന്ന് വെച്ചാൽ 1000-ഓളം ദ്വീപുകൾ ചേർന്നതാണ് മാൽദ്വീപ് എന്ന് പറയുന്നത്. അവിടെ ചികിത്സ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർ മരിക്കുകയായിരുന്നു. കൂടുതൽ മരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ ഈ കാത്ത് ലാബ് വഴി ഈ ഹൃദയാഘാതം മൂലമുള്ള മരണനിരക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ചികിത്സ ഇല്ലാത്തിടത്ത് ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കർമ്മം തന്നെ. ഞാനല്ലേ കോട്ടയത്ത് 2009 ആദ്യത്തെ കാത്ത് ലാബ്, ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ കാത്ത് ലാബ്, മാൽദീവ്സ് എന്ന രാജ്യത്തെ ആദ്യത്തെ കാത്ത് ലാബ്, ഹരിയാനയിൽ സിവിൽ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ 4 ജില്ലകളിൽ കാത്ത് ലാബ് നടത്തുന്നു. അപ്പോൾ ഇതെല്ലാം സാധാരണ ജനങ്ങളിൽ ചികിത്സ എത്തിച്ച ഒരു സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതുപോലെ അധികം അങ്ങോട്ട് എല്ലാവരും അവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വിചാരിക്കാത്ത സ്ഥലങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ്. അത് എന്തുകൊണ്ടാണ് ഈ പ്ലേസസ് ഒക്കെ ചൂസ് ചെയ്യാനുള്ളത്? അതാണ് എല്ലാവരും ഡൽഹി, ബോംബെ ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ്. ശരിക്കും അവിടെയൊക്കെ തുടങ്ങിയാൽ നല്ല ബിസിനസ് ഫ്ലറിഷ് ചെയ്യും, നല്ല ലാഭം ഉണ്ടാവും. പക്ഷെ നമ്മൾ തുടങ്ങിയിരിക്കുന്ന 1 ജാർഖണ്ഡ്, 2 ഹരിയാന, 3 ഉത്തരാഖണ്ഡ്, ഇതാണ് മറ്റ് സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉള്ള സ്റ്റേറ്റാണ് ജാർഖണ്ഡ്. അവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് വഴി ഒരുപാട് ഫീമെയിൽ നേഴ്സസ് ട്രൈബൽസ് ഉണ്ട്. അവർക്ക് കാര്യമായ ട്രെയിനിങ്ങോ അവരുടെ പഠനവും ഇതെല്ലാം കുറവ് തന്നെയാണ്. തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ഇന്ന് അതും ഒരു 8 വർഷം ആയി കഴിഞ്ഞു അത് തുടങ്ങിയിട്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. സ്റ്റാഫുകൾ ഇത്രയും ട്രെയിൻ ചെയ്യും. ട്രൈബൽ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 50-60% ആൾക്കാരും ട്രൈബലാണ്. അവരെല്ലാം ട്രെയിൻ ചെയ്യിക്കാൻ സാധിച്ചു. നേതൃസ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. പക്ഷേ നല്ല ഒരു പോപ്പുലേഷൻ ട്രൈബൽ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
PPP മോഡലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു സക്സസിനെ കുറിച്ചൊന്ന് പറയാമോ? ഹരിയാനയിൽ 4 സംസ്ഥാനങ്ങളിലാണ്, അതായത് അംബാല, പഞ്ച്കുള, ഫരീദാബാദ്, ഗുരുഗ്രാം 4 സിവിൽ ഹോസ്പിറ്റൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സിവിൽ ഹോസ്പിറ്റൽ കാത്ത് ലാബ് നടത്തുന്ന നമ്മളാണ്. അതായത് 2016 ടെൻഡർ എഗ്രിമെൻറ്റ് വന്നത്. അപ്പോൾ നമ്മൾ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് 2018 അവസാനമാണ് തുടങ്ങുന്നത്. അതിനേക്കാളും താഴ്ന്ന റേറ്റിലാണ്, 50,000-ൽ താഴ്ന്ന റേറ്റിലാണ് ഈ സിവിൽ ഹോസ്പിറ്റലിൽ നമ്മൾ കാത്ത് ലാബും സർവീസ് നടത്തുന്നത്. അപ്പോൾ അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ സാധാരണ ആൾക്കാർ, അവർക്ക് ഹൃദയാഘാതം വന്നാൽ ഈ ചികിത്സ നമ്മളില്ലെങ്കിൽ ഇവർക്കാർക്കും ചികിത്സ കിട്ടില്ല. ബിക്കോസ് സർക്കാർ സംവിധാനങ്ങളിലൊന്നും കാത്ത് ലാബ് സൗകര്യങ്ങളില്ല. ആ 4 സിവിൽ ഹോസ്പിറ്റലിൽ മാത്രം നമ്മൾ 6,000-ന് മുകളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. അതായത് ഹൃദയാഘാതമുള്ളവർക്കുള്ള ആൻജിയോപ്ലാസ്റ്റി ഇത്രയും നമ്പേഴ്സ് ഓരോ വർഷവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ മെഡിട്രീനയാണ് ഈ ആദ്യത്തെ 5 ഏറ്റവും കൂടുതൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന നമ്പർ ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5-ൽ മെഡിട്രീന വരുന്നുണ്ട്. അപ്പോൾ ഈ ഹരിയാനയിൽ ഈ സാധാരണ ജനങ്ങൾ ഈ റേറ്റിൽ അന്ന് തൊട്ട് ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പം അത് 8 കൊല്ലം കഴിഞ്ഞു. അതൊരു നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ആയിട്ടുള്ള ബന്ധങ്ങളാവുമ്പോൾ വേറെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എത്ര ചലഞ്ചസ് ഉണ്ടെങ്കിലും നമ്മൾ ചികിത്സിക്കുന്ന സാധാരണ ആൾക്കാരെയാണ്, പാവപ്പെട്ടവരെയാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം നമുക്ക് വേറെ ഒന്നിലും കിട്ടില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജീസ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? പിന്നെ എല്ലാവർക്കും ഈ സംശയം ഉണ്ടാവും, നമ്മൾ ഇത്ര കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടെക്നോളജി ഉണ്ടോ, നമ്മൾ നല്ലതാണോ ഉപയോഗിക്കുന്നതെന്ന്. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം കാത്ത് ലാബ് എല്ലാ മൾട്ടിനാഷണൽ കമ്പനിയുടെ കാത്ത് ലാബാണ്. ഒരു സ്ഥലത്തും സീമെൻസ്, GE, ഫിലിപ്സ് ഇങ്ങനെയുള്ള കമ്പനിയുടെ കാത്ത് ലാബാണ്. ഏറ്റവും ഹൈ എൻഡ് മെഷീൻസാണ്. നമ്മൾ ഈ കൊല്ലത്തെ സ്ഥാപനം കഴിഞ്ഞ 10 കൊല്ലമായി. ഈ തുടക്കം തൊട്ട് തന്നെ നമുക്ക് കാൽഷ്യം പൊട്ടിക്കുന്ന റോട്ടാബ്ലേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ ഈ കോംപ്ലിക്കേറ്റഡ് ആൻജിയോപ്ലാസ്റ്റിയാണ്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു വിദഗ്ധനാണ് ഡോക്ടർ പ്രതാപ്. ഇൻ്റർനാഷണലി തന്നെ ഇതുള്ള കാര്യങ്ങൾക്ക് വളരെ പേരുകേട്ട ഒരാളാണ്. അപ്പോൾ കാൽഷ്യം പൊട്ടിക്കുന്ന ബ്ലോക്കുകൾക്കുള്ള റോട്ടാബ്ലേറ്റർ, പിന്നെ പ്രിസിഷൻ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റിയിൽ കറക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഇമേജിങ് ടെക്നോളജി ഉപയോഗിക്കും. അതായത് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, OCT അങ്ങനെയുള്ള ഇമേജിങ് ടെക്നോളജി അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനം മെഡിട്രീനയാണ്. ഇത്രയും കൊല്ലങ്ങളായിട്ട് മാൽദീവ്സിൽ ഈ കഴിഞ്ഞ ഇത്രയും കൊല്ലങ്ങളിൽ നടക്കുക ആദ്യം തൊട്ടേ നമുക്ക് ഈ ടെക്നോളജി എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ OCT വാങ്ങുന്ന ആദ്യത്തെ സ്ഥാപനം മെഡിട്രീനയാണ്. 2015 നമ്മളൊരു ലൈവ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരുന്നു പബ്ലിക്കിന് വേണ്ടിയിട്ട്. അന്ന് ചാനലിലൊക്കെ അത് ലൈവായിട്ട് കാണിക്കുകയും ചെയ്തിരുന്നു. അന്നേ നമ്മൾ OCT കാണിച്ചിരുന്നു. 2015 മെയ്യിൽ OCT ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു പബ്ലിക്കിന്. അതായത് വെസലിനകത്ത് ഈ സ്റ്റെൻറ്റ് ഇട്ടിട്ട് സ്റ്റെൻറ്റിൻ്റെ ഇമേജസ് നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും, ഇപ്പോൾ ഓൾമോസ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പക്ഷേ ആൾക്കാർ എന്തുകൊണ്ടാണ് അതിൽ നിന്നും മാറി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണം? ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും എല്ലാ ടെക്നോളജിയും ഒന്നും ലേറ്റസ്റ്റ് ടെക്നോളജി ഇല്ല. ടെക്നോളജി ഉണ്ടായാൽ അത് തുടർന്ന് അത് നടത്തിക്കൊണ്ട് പോകാറില്ലല്ലോ. അതിനൊക്കെ വേണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ മെഷീൻസൊക്കെ അപ്പ് കീപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യുന്ന വിദഗ്ധരുടെ സേവനം വേണം. ഗവൺമെൻറ് ഒരിക്കലും അത് ഉറപ്പാക്കാറില്ല. അതാണ് പ്രശ്നം വരുന്നത്. ഞാൻ തന്നെ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുമ്പം കംപ്ലീറ്റ് നമ്മുടെ സ്റ്റാഫ് കംപ്ലീറ്റ് ആയിരിക്കത്തില്ല. പല വേക്കൻസികളും ഫില്ല് ചെയ്യാതെ വർഷങ്ങളോളം കിടക്കും. നമ്മളുള്ളവരെ കൊണ്ട് കുറച്ച് പേരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു കുഴപ്പം. എല്ലാം അവർക്ക് 24/7 365 ഡേയ്സ് കൊടുക്കാൻ പറ്റാറില്ല. ബിക്കോസ് സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾ കാണില്ല, ആളുണ്ടാകുമ്പോൾ സംവിധാനങ്ങൾ ഉണ്ടാവില്ല. അതാണ് കാര്യം. എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണോ മാം? ഉറപ്പായിട്ടും. അത് ഞാനല്ല പറയേണ്ടത്, എന്നെപ്പറ്റി ബാക്കിയുള്ളവരാണ് അത് പറയേണ്ടത്. അങ്ങനെ കേട്ടു എല്ലാവരോടും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോട്, അതായത് ഡോക്ടേഴ്സ് നഴ്സസ് മാത്രം എമ്പതി കാണിച്ചാൽ പോരാ, ഇവിടുത്തെ സെക്യൂരിറ്റി, അതായത് കസ്റ്റമർ കെയറിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പേഴ്സണലൈസ്ഡ് കെയർ എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ തന്നെ. അപ്പോൾ നമ്മൾ വരുമ്പോൾ സെക്യൂരിറ്റി മുതൽ ഒരു പേഷ്യൻറ്റിനോടോ പേഷ്യൻ്റെ കൂടെ ഉള്ള ആൾക്കാരോട് വളരെ കരുണയും അനുകമ്പയും കാണിക്കണം എന്ന് ഉള്ളത് സ്ഥിരം ഞാൻ പറയാറുണ്ട്. ഞാൻ നടന്നു പോകുമ്പോൾ ഇത് കണ്ട് അങ്ങനെ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരെ ഞാൻ ഫയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവണം. അത് കസ്റ്റമർ കെയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്.
വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അങ്ങനെ ഒരു സിസ്റ്റം ആണോ ഇവിടെ? ഉറപ്പായിട്ടും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ സ്റ്റാഫ് ഡേറ്റ എടുത്ത് നോക്കിയാൽ അറിയാം. നഴ്സസ് അറിയാമല്ലോ, എല്ലായിടത്തും ഫീമെയിൽസാണ്, 80% 90% ഫീമെയിൽസ് ആയിരിക്കും. പക്ഷേ നമ്മുടെ മൊത്തം 11 സ്ഥാപനങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിലാണ് മെയിൽസ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ബാക്കി ഡോക്ടേഴ്സും നഴ്സസും കഴിച്ചിട്ട് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ 60 to 70% സ്റ്റാഫും എൻ്റെ ഫീമെയിൽസാണ്. ഇപ്പോൾ എൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് വരികയാണ്, ഒരു ഫീമെയിൽ കാൻഡിഡേറ്റും ഉണ്ട്, മെയിൽ കാൻഡിഡേറ്റും ഉണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിരിക്കും. ബിക്കോസ് അവരാണ് കുറച്ചുകൂടെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. എൻ്റെ എന്താ ഇത്രയും ഈ 10 കൊല്ലത്തെ എൻ്റെ ഈ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫീമെയിലിനെ ആയിരിക്കും മെയിലിനേക്കാളും. അവർക്ക് നല്ല വിൽ പവറുണ്ട്, നമ്മളെ കൂടെ നിൽക്കും, ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കും. എല്ലാം കൊണ്ടും ഞാൻ ഫീമെയിൽസിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. മാം ട്രിവാൻഡ്രംകാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പഠിച്ചതൊക്കെ എവിടെ? ഞാൻ ഹോളി ഏഞ്ചൽസ് കോൺവെൻ്റ് ആയിരുന്നു സ്കൂളിൽ. അന്ന് പ്രീ ഡിഗ്രിയാണ്, അന്ന് വിമൻസ് കോളേജിലാണ് പ്രീ ഡിഗ്രി. പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് MBBSഉം MD പെത്തോളജിയും പഠിച്ച് തുടർന്ന് അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്തത്. ഫാമിലിയെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫാമിലി, ഒരു മകളും ഒരു മകനുമാണ്. മകള് സർജനാണ്, ആക്ച്വലി MS സർജറി കഴിഞ്ഞ് ഇപ്പം എയിംസിൽ MCA ചോങ്കോ സർജറി ചെയ്യുന്നു. ഒരു ക്യാൻസറിൻ്റെ സർജറി ചെയ്യാനാണ് അവളുടെ പാഷൻ. മകൻ MBBS തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഹസ്ബൻഡാണ് ഡോക്ടർ പ്രതാപ്. ഇന്ന് കാർഡിയോളജി രംഗത്ത് ഒരു കോംപ്ലിക്കേറ്റഡ് കേസസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് ഈ കാർഡിയാക് ചെയിൻസ് നടത്താനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. പിന്നെ സാറിൻ്റെ ഈ സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുക, വളരെ വിരളമായിട്ട് ലോകത്തിൽ തന്നെ ആൾക്കാർ ചെയ്യുന്നുള്ളൂ. അതിലെ ഒരു പ്രധാന വ്യക്തിയാണ്, ഏറ്റവും കൂടുതൽ ലോകത്തിൽ ചെയ്ത വ്യക്തി എന്നുള്ള ഒരു പേരുമുണ്ട്. അതായത് കിഡ്നി അസുഖമുള്ളവർക്ക്, ക്രിയാറ്റിൻ കൂടുന്നവർക്ക് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയൊക്കെ ചെയ്യാൻ ആൾക്കാർ മടിക്കും. അങ്ങനെയുള്ളവർക്ക് കോൺട്രാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർ ഈ ഡയാലിസിസിലേക്ക് പോകാം. അങ്ങനെയുള്ളവർക്ക് കോൺട്രാസ്റ്റ് ഉപയോഗിക്കാതെ, സീറോ കോൺട്രാസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ഉപയോഗിക്കാതെ ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് രോഗികളുടെ കിഡ്നി സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കാൽഷ്യം ഉള്ള ബ്ലോക്കുകളൊക്കെ മാറ്റുന്ന കഴിഞ്ഞ 10 കൊല്ലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നാണ് അതിനൊക്കെ വലിയ പ്രാതിനിധ്യം വന്നത്, ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. പക്ഷേ നമ്മളിതൊക്കെ കഴിഞ്ഞ 10 കൊല്ലത്തിന് മേളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. റോട്ടാബ്ലേറ്റർ, പിന്നെ ഇമേജിങ്, IVS, OCT, ഇതൊക്കെ നമ്മൾ കുറേ കൊല്ലം. ഞാൻ 2015 നമ്മൾ ലൈവ് ടെലികാസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ട് ജനറൽ പബ്ലിക്കിന് ഇമേജിങ് ചെയ്തു എന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ നേട്ടങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. സാർ തന്നെയാണോ മാമിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത്? ഉറപ്പായിട്ടും സാറാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫും ഡോക്ടേഴ്സും. പിന്നെ സാർ എല്ലാത്തിനും ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് നമുക്ക്. പലപ്പോഴും നമ്മൾ ഇന്നിപ്പം പറയും വിമൻ ഇക്വാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ പാരിറ്റി എന്നൊക്കെ പറയും. സ്ത്രീകളാണ് ശരിക്കും സ്ത്രീകൾക്ക് ശത്രു. സ്ത്രീകൾക്ക് നല്ല കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, വിൽ പവറുണ്ട്. പക്ഷേ ഇവരുടെ ഈ കഴിവുകൾ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് പുരുഷനാണ്. പലപ്പോഴും വീട്ടുകളിൽ പുരുഷന്മാർ വലിയ മേധാവിയായിട്ട് സ്ത്രീകളെ അടിച്ചമർത്തി വയ്ക്കും. ഒരു വീട്ടിലെ ഏറ്റവും നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ സ്ത്രീയാണ്, പുരുഷനല്ല. മാനേജ്മെൻറ്റ് സ്കിൽസ് ഉള്ളതും സ്ത്രീക്കാണ്. അടുക്കളയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും, അതൊരു മാനേജ്മെൻറ്റ് സ്കില്ലല്ലേ ആക്ച്വലി. ആ ഫിനാൻസ് മാനേജ് ചെയ്യുന്നത് സ്ത്രീ ആയിരിക്കും. പക്ഷേ സ്ത്രീക്ക് ചിലപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത് അറിയില്ലായിരിക്കും, ഇൻകം ടാക്സിൻ്റെ കാര്യം അവർക്ക് എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഫിനാൻസ് മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1000 രൂപ ശമ്പളമുള്ള ഒരാളും വീട് മാനേജ് ചെയ്യും, 10,000 ഉള്ള ഒരാളും മാനേജ് ചെയ്യും. ബുദ്ധിപരമായിട്ട് അവർ പൈസ മാറ്റിവെക്കും. അതൊരു രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്ത്രീ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്, മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരാളാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് പുരുഷനാണ്. അങ്ങനെ ഒരു പുരുഷൻ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ പ്രതാപ് ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രീഡം തന്നിട്ടുണ്ട്, ഡിസിഷൻസ് എടുക്കാൻ ഫ്രീഡം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ സപ്പോർട്ടും അനുഗ്രഹവും പുള്ളി തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ പാഷൻ വിട്ട് ഈ പുള്ളിയുടെ പാഷനിലേക്ക് എത്താനുള്ളൊരു പ്രചോദനവും.
ബിക്കോസ് സാധാരണ ആൾക്കാരിലേക്ക് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എത്തുക എന്ന് വെച്ചാൽ ഒരു വലിയ ചലഞ്ചാണ്, ഒരു വലിയ ബിസിനസ് ചലഞ്ചാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു മെൻ്റൽ സ്ട്രെങ്ത് തരാൻ ആൾക്കാരുണ്ടാവണം ഒപ്പം. സോ ഇന്ന് ഈ വിമൻസ് ഡേയിൽ ഒരുപാട് സ്ത്രീകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ബിസിനസ്സിലോട്ടൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് വളരെ ഷോർട്ടായിട്ട് മാമിന് എന്താണ് പറയാൻ പറ്റുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും സ്ത്രീയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നമുക്ക് നല്ല സ്കിൽസ് ഉണ്ട്. അത് സ്വയം സ്ത്രീ മനസ്സിലാക്കണം. അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. ഈ ജെൻഡർ പാരിറ്റി ഒന്നും ആരും നമുക്ക് കൊണ്ടുവരില്ല. എല്ലാവരും വിമൺ എംപവർമെൻ്റ് എന്ന് സംസാരിക്കും. അതിന് ആരും നമുക്കിങ്ങോട്ട് കൊണ്ടുവന്ന് പവറൊന്നും തരാൻ പോകുന്നില്ല. അത് നമുക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വീട്ടിലെ ഗൃഹനാഥയാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് സ്ത്രീ മനസ്സിലാക്കുകയും സ്ത്രീ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും. ബിക്കോസ് എഡ്യൂക്കേറ്റഡ് ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ. ലിറ്ററസി റേറ്റ് ഹൈ ആണ്. പഠിച്ചിട്ടുള്ള സ്ത്രീകൾ പോലും അടിച്ചമർത്തപ്പെട്ട രീതിയിൽ വീടുകളിൽ ഇരിക്കുന്ന കാണുമ്പോൾ പലപ്പോഴും വിഷമം വരാറുണ്ട്. അതിന് കുറ്റപ്പെടുത്തേണ്ടത് സ്ത്രീയെ തന്നെയാണ്. അമ്മായി അമ്മ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ്, അല്ലേ? അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. സെൽഫ് കോൺഫിഡൻസ് അവർക്കുണ്ടാവണം. അവരുടെ കഴിവ് അവർക്കുണ്ടെന്ന് മനസ്സിലാക്കി അവർ പ്രവർത്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മാം ഒരു ബിസിനസ് സംരംഭക മാത്രമല്ല, ഒരമ്മയാണ്, ഒരു മകളാണ്, ഒരു ഭാര്യയാണ്. ഇതിനൊക്കെ ഈ ഒരു തിരക്കിട്ട ഈ ഒരു ലൈഫിനിടയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുന്നത്? അത് നമ്മൾ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് പോലെ ഇരിക്കും. ഒരു അമ്മയായിട്ട് ആക്ച്വലി കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അവരുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന സ്വഭാവമേ ഇല്ല. ഇന്ന് എല്ലാവരും ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പരീക്ഷയാകുമ്പോൾ അമ്മ അച്ഛന്മാർ ലീവ് എടുക്കുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ജീവിതത്തിൽ ചെയ്തിട്ടേ ഇല്ല. അവരെ എല്ലാം സ്വയം പഠിക്കാനും അതിനുള്ള ഒരു മോട്ടിവേഷനായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് അവരെല്ലാം സ്വയം പര്യാപ്തരാണ്. അത് ചെയ്യുന്നത് വഴി അവർ കോൺഫിഡൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ മകളായിട്ട് ഒരു നല്ല മകളായിരുന്നു, അനുസരണയുള്ള, അച്ഛൻ പറഞ്ഞ കണക്ക് പഠിച്ച് വളർന്ന ഒരു മകളായിരുന്നു. ഭാര്യയായിട്ട് ഇപ്പം ഭർത്താവിൻ്റെ പാഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യയായിട്ട് മാറി. പിന്നെ ഈ തിരക്കിനിടയിലും ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കുന്നു. അത്യാവശ്യം കുക്കിംഗ് ചെയ്യും. എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു കുക്കിംഗ് പറ്റുന്ന സമയത്ത് ഡെയിലി ബേസിസിൽ ഞാൻ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ സുഹൃത്തായിട്ട് അതിന് സമയം ഒരുപാട് കിട്ടാറില്ല. നമ്മുടെ ബാച്ചിൻ്റെയൊക്കെ കൂടെ പല കാര്യങ്ങളിലും വാട്സാപ്പിൽ കൂടെയുള്ള കാര്യങ്ങൾ അറിയുന്നതല്ലാതെ അവരുടെ ഒത്തുകൂടലിൽ പലപ്പോഴും പങ്കെടുക്കാൻ പറ്റാറില്ല ഈ തിരക്കിനിടയിൽ. പക്ഷേ എല്ലാത്തിലും മാക്സിമം സമയം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മെഡിറ്റീനയ്ക്ക് ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ സമയം അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ നമ്മളൊരു BRC ഗവൺമെൻറ്റിൻ്റെ ഈ സ്കൂളുകളിൽ ഭിന്നശേഷി കുട്ടികൾക്ക് 1 വർഷത്തേക്കുള്ള ഡയപ്പർ വിതരണം ചെയ്തിരുന്നു. പിന്നെ ഈ വീട് പല പൊളിഞ്ഞൊക്കെ കിടക്കുന്ന പല പൈസയില്ലാത്ത ആൾക്കാർ, കുറച്ച് പൈസ കാരണം കൊണ്ട് വീട് പൂർത്തിയാക്കാൻ പറ്റാത്തവർക്ക് കുറച്ച് പേരുടെ വീടുകൾ പൂർത്തിയാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരുപാട് സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ നോട്ട് ബുക്ക് വിതരണം ചെയ്തിരുന്നു. ഇക്കൊല്ലം നോട്ട് ബുക്കിനോടൊപ്പം ഒരു കുടയും കൂടെ വിതരണം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് സഹായം ഒരുപാട് ആൾക്കാർക്ക് അത് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്, ഒരുപാട് സഹായം. പിന്നെ എല്ലാവർക്കും ഫ്രീ ഒന്നും കൊടുക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യാറുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് തന്നെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റിയും പല ആൾക്കാർക്കും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാനയിലെ ഒരു പ്രോജക്റ്റ് തന്നെ 50,000 രൂപയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു തന്നെ വലിയൊരു ചാരിറ്റി പ്രവർത്തനമാണ്. അതുകൂടാതെ ഇവിടെ കൊല്ലത്ത് തന്നെ ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അർഹതപ്പെട്ടവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ സഹായിക്കുന്ന പെൺകുട്ടികളെയാണ്. ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഒരു പെൺകുട്ടിക്കാണ്. പിന്നെ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ കഴിവില്ലാത്ത ഒരുപാട് കുട്ടികളുടെ ഫീസ് നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കൊല്ലവും ഒരു 10-25 കുട്ടികളുടെ പെൺകുട്ടികളുടെ ഫീസ്, അതും പെൺകുട്ടികൾക്കാണ് പ്രിഫറൻസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചുകൂടെ ഒരു ഫീമെയിൽ ഫ്രണ്ട്ലിയാണ്. അപ്പം പെൺകുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ള ആ ഒരു
വിഷമം ഇതിലൂടെയൊക്കെ മാറും. ബിക്കോസ് ഇതൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ആൾക്കാർ വരുമ്പോൾ അവരെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഇവിടെ തന്നെ ഈ ഒരു ഫീമെയിൽ ഒരു പ്രശ്നങ്ങളുമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഒരു മോട്ടിവേഷനും സപ്പോർട്ടും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അപ്പോൾ ഒരാളുടെ സംസാരമോ ഒരു മോട്ടിവേഷനോ മതി അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാറുമുണ്ട്. മേ ബി ഒരു ടീച്ചറായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തത് കൊണ്ടായിരിക്കാം. എൻ്റെ ഒരു ആഗ്രഹം തന്നെ ഒരു സ്കൂള് നടത്തണമെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ടീച്ചറായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. സ്കൂളിലെ കുറച്ച് കുട്ടികളെ ഇന്നത്തെ തലമുറയെ വളർത്തി കൊണ്ടുവരേണ്ടത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പഴയ പോലെയല്ല. ഇന്ന് ടീച്ചർ അടിച്ച വലിയ കുറ്റമാണ്. രാഷ്ട്രീയക്കാർ പോലും ഇടപെട്ട് ടീച്ചറിനെയാണ് വഴക്ക് പറയുന്നത്, ശിക്ഷിക്കുന്നത്. അടി കൊടുക്കാൻ പാടില്ല. പക്ഷേ ശിക്ഷണത്തിൽ ഒരുപാട് പാളിച്ചകളുള്ളത് കൊണ്ടാണ് ഇത്രയും മദ്യവും ഡ്രഗ്സും ഒക്കെ സ്കൂളിൽ ഇത്രയും സുലഭമാണെന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ വാർത്തകൾ കാണുമ്പോൾ അതിശയിക്കുന്നു. ടീച്ചർമാരെ ഒരു പരിധിവരെ ഈ കുട്ടികളെ എന്താ പറയുക മാറ്റങ്ങൾ അടുത്ത ഒരു തലമുറയെ വളർത്തിക്കൊണ്ട് വരാൻ സ്കൂളിലെ ടീച്ചർമാർക്ക് കഴിയണം. അതുകൊണ്ടൊരു സ്കൂൾ നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോ അറിയത്തില്ല. അവസരം കിട്ടിയാൽ നടത്തണം. പിന്നെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹം സാധാരണക്കാരിൽ ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ്. അതിനൊരവസരം കിട്ടിയാലും ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്ത് റൂറൽ ഏരിയയിലൊക്കെ ചികിത്സ എത്തിക്കാനായിട്ട് ഗവൺമെൻറ്റുമായ സഹകരണത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാണ്. എന്തെങ്കിലും ഒരു പദ്ധതി വന്നാൽ അത് ചെയ്യാനും ആഗ്രഹമുണ്ട്. മെഡിട്രീനയുടെ ഒരു മിഷൻ എന്താണ്? ഒരു ആഫ്റ്റർ 10 years അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉള്ള ആളാണോ? അങ്ങനെ ഒരു 10 years കഴിയുമ്പോഴത്തേക്കും ഇത്രയൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം? അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നത് നമ്മളൊരു ബെഡ്സിൻ്റെ എണ്ണം കൂട്ടി IPOക്കൊക്കെ പോകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമുക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. നമ്മുടെ ആഗ്രഹം കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരിൽ ചികിത്സാ സംവിധാനങ്ങൾ എത്തിക്കുക. ഇതുവരെ ചെയ്തതും അത് തന്നെയാണ്. ചികിത്സ എത്താത്ത സ്ഥലത്ത് ചികിത്സ എത്തിക്കുക. പിന്നെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശുപത്രി ഉണ്ടാക്കിയിട്ട് അവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയി ചികിത്സ നൽകുക എന്നുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ കാർഡിയോളജി ആൻജിയോപ്ലാസ്റ്റിയെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ കോസ്റ്റേറിയ ഉപകരണങ്ങളും കോസ്റ്റേറിയ കൺസ്യൂമബിൾസും ഇംപ്ലാൻസും ആണ്. അത് ദൈവം സഹായിച്ച് അതിനൊരവസരം കിട്ടിയാൽ അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും മാമിൻ്റെയും സാറിൻ്റെ ഒരു വലിയ മനസ്സ് തന്നെയാണ് ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്താനായിട്ട് സഹായിച്ചത്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം ഒരുപാട് തിരക്കിനിടയിലായിരുന്നു. അത്രയും തിരക്കിനിടയിലും ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് ഇത്രയും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങളുമായിട്ട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. മാമിൻ്റെ എല്ലാ മിഷനും എങ്ങനെ മെഡിട്രീനെയൊക്കെ വളരെ മാം ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും മുകളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.